പറയാം. ഒരിക്കൽ അച്ഛനൊരു കല്യാണം കെട്ടിച്ചു വിട്ടു. അപ്പൊ ഇതൊക്കെ പറഞ്ഞാണല്ലോ കെട്ടിച്ചു വിടുന്നത്. കെട്ടിച്ചു വിട്ട് 5-6 മാസം കഴിഞ്ഞപ്പോ ഈ ചെറുപ്പക്കാരന്റെ അപ്പനും അമ്മയും വന്നിട്ട് പറഞ്ഞു, എന്റെ അച്ഛ യാതൊരു നിവൃത്തിയില്ല, അച്ഛനല്ലേ കെട്ടിച്ചു കൊടുത്ത്. അതുവരെ അപ്പച്ച അമ്മച്ചിന്ന് മുഴുവൻ വിളിക്കാതെ കൂടെ നടന്ന ചെറുക്കൻ കല്യാണം കഴിച്ചു കൊടുത്ത പിന്നെ ഇതുവരെ അപ്പനോട് അമ്മയോട് മിണ്ടിയിട്ടില്ല, ഞങ്ങളൊപ്പം ഒരു ആഹാരം കഴിക്കില്ല, ഞങ്ങളോട് അക്ഷരം പോലും സംസാരിക്കില്ല, ഞങ്ങളുമായിട്ട് അവന് ബന്ധമില്ല. ഇതെന്താണെന്ന് ചോദിക്കണം. സീരിയസ് പ്രോബ്ലം അല്ലേ? അവനെ ഞാൻ വിളിച്ചു വരുത്തി. നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവൻ വന്നു. എന്താണ് ഈ കേൾക്കണത്? അപ്പനെ അമ്മേനെ ഉപേക്ഷിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞു, അച്ഛാ തോന്നുമ്പോ തോന്നിയ വർത്താനം പറയരുത്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. കെട്ടിച്ചു വിട്ടപ്പോ അച്ഛൻ എന്നതാ പറഞ്ഞ്, ഇന്നു മുതൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അച്ഛൻ പറയണു അപ്പന്റെ അമ്മയുടെ കാര്യം നോക്കണമെന്ന്. 2 തരം വർത്താനം അച്ഛൻ പറഞ്ഞാൽ കേൾക്കാൻ എന്നെ കിട്ടില്ല, വേറെ ആളെ നോക്കണമെന്ന് പറഞ്ഞു. എന്റെ പ്രിയരെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണോ പറഞ്ഞ എന്റെ അർത്ഥം? ഇവിടെ പലർക്കും ഇങ്ങനെയാ മനസ്സിലാവുള്ളൂ. അവരവരുടെ മനസാക്ഷിക്ക് അനുസരിച്ചാണല്ലോ കാര്യം മനസ്സിലാവുക. ഇരിക്കട്ടെ, ബലഹീനത മുതലെടുക്കുന്നത് തന്ത്രശാലിയായ സാത്താൻ ഇവിടെ ഔവയെ തോൽപ്പിച്ചു, ദൈവത്തെ പോലെ ആക്കാമെന്ന് പറഞ്ഞു. ആദമിനെ തോൽപ്പിച്ചു, ഔവയെ സ്വന്തമാക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ഓരോരുത്തർക്കും ഓരോരോ ബലഹീനതകളുണ്ട്. ഈ ബലഹീനതയിൽ അത്രേ സാത്താൻ കടന്നു പിടിക്കുന്നത്. അപ്പന്റെ ബലഹീനത സാത്താൻ അറിയാം, അമ്മയുടെ ബലഹീനത സാത്താൻ അറിയാം, മക്കളുടെ ബലഹീനത സാത്താൻ അറിയാം, കൗമാരപ്രായക്കാരുടെ ബലഹീനത സാത്താൻ അറിയാം, ഈ യൗവനക്കാരുടെ ബലഹീനത സാത്താൻ അറിയാം, പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുടെ ബലഹീനത സാത്താൻ അറിയാം, ദ്രവ്യാഗ്രഹിയുടെ ബലഹീനത അത് സാത്താൻ അറിയാം, അധികാരമോഹിയുടെ ബലഹീനത അത് സാത്താൻ അറിയാം. ഈ ബലഹീനതയിലാണ് സാത്താൻ അനേകരെ കഴിഞ്ഞ നാളിൽ പിടിച്ചു കെട്ടിയത്. ഇപ്പോഴും അവൻ അത് നിർബാധം തുടരുകയാണ്. പാവം ജനം അത് തിരിച്ചറിഞ്ഞിട്ടില്ല. അതിലേക്ക് അച്ഛൻ നിങ്ങളെ കൊണ്ടുവരുന്നുണ്ട്. ജാഗ്രതേ.